കേൾക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു ചെറിയ ഭയമെങ്കിലും ഉണ്ടാകാതിരിക്കില്ല. കണ്ടതും അനുഭവിച്ചതുമായ ദുരന്തങ്ങളുടെ ഓർമ്മകൾ ഈ പേടിക്ക് ആക്കം കൂട്ടുകയും ചെയ്യും. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പ്രവചനാതീതമായി മാറിയതിന്റെ ദുരന്തമാണ് ലോകം ഇന്ന് നേരിടുന്നത്. ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ഒരു മാസം മുൻപ് വയനാട് മുണ്ടക്കയിൽ സംഭവിച്ചത്. ദിവസങ്ങൾ കൊണ്ട് ലഭിക്കേണ്ട മഴ മണിക്കൂറുകൾക്കുള്ളിൽ ലഭിക്കുകയും അത് വലിയൊരു ദുരന്തത്തിന് കാരണമാവുകയും ചെയ്തു. ഇപ്പോൾ ഒരു ചുഴലിക്കാറ്റാണ് രാജ്യത്തിന് തന്നെ ആശങ്കയാകുന്നത്. ഗുജറാത്ത് തീരം കടന്ന ശേഷം അറബിക്കടലിലുണ്ടായ അസാധാരണ ചുഴലിക്കാറ്റ് കാലാവസ്ഥാ വിദഗ്ധരെ അടക്കം ആശങ്കയിലായിത്തീർക്കുകയാണ്. 1976 ശേഷം അറബിക്കടലിൽ ഇത് ആദ്യമായാണ് കരയിലൂടെ കടന്ന് ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നത്. ഇതൊരു അപൂർവ പ്രതിഭാസമാണ്. കൂടാതെ മേഖലയിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതിന്റെ രീതികളെ വെല്ലുവിളിക്കുക കൂടിയാണ് ഈ പ്രതിഭാസം. അസ്ന എന്നാണ് ഈ ചുഴലിക്കാറ്റിന് നൽകിയ പേര്. വടക്കുകിഴക്കൻ അറബിക്കടലിൽ സ്ഥിതി ചെയ്ത തീവ്ര ന്യൂനമർദ്ദമാണ് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചത്. ചുഴലിക്കാറ്റ് അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ തീരത്ത് നിന്ന് അകന്നു മാറാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. 1976 ശേഷം അറബിക്കടലിൽ ഇത് ആദ്യമായാണ് ഇങ്ങനെ ഒരു ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതെന്ന് സൂചിപ്പിച്ചല്ലോ. അന്ന് 1976 എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാം. 1976 സമാനമായ സ്ഥിതിയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അന്ന് ചുഴലിക്കാറ്റ് ഒഡീഷയിലാണ് ഉത്ഭവിക്കുന്നത്. തുടർന്ന് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറോട്ട് നീങ്ങി അറബിക്കടലിൽ പ്രവേശിച്ചു. പിന്നീട് ഒമാൻ തീരത്തിന് സമീപം വടക്ക് പടിഞ്ഞാറൻ അറബിക്കടലിൽ ഇത് ദുർബലമാവുകയും ചെയ്തു. 1944 1964 സമാനമായ സാഹചര്യമുണ്ടായി. പുതിയ ചുഴലിക്കാറ്റിന്റെ സമയവും കാലാവസ്ഥാ നിരീക്ഷകരെ അമ്പരപ്പിക്കുന്നുണ്ട്. സാധാരണ മഴക്കാലത്ത് അറബിക്കടലിലെ താപനില 26 ഡിഗ്രിക്ക് താഴെയാണ് ഉണ്ടാകാറ്. അതിനാൽ തന്നെ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ ചുഴലിക്കാറ്റ് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. സമുദ്രോപരിതല താപനില 26.5 ഡിഗ്രിക്ക് മുകളിലാകുമ്പോഴാണ് ചുഴലിക്കാറ്റ് സംഭവിക്കാറ്. മണിക്കൂറിൽ 52 കിലോമീറ്ററിനും 61 കിലോമീറ്ററിനും ഇടയിൽ കാറ്റ് വീശുന്ന ന്യൂനമർദ്ദമാണ് ഡീപ് ഡിപ്രഷൻ. ചുഴലിക്കാറ്റിൽ മണിക്കൂറിൽ 63 കിലോമീറ്റർ മുതൽ 87 കിലോമീറ്റർ വരെ വേഗതയിലാകും ഈ കാറ്റ് വീശുക. പടിഞ്ഞാറൻ അറബിക്കടലിൽ സാധാരണയായി ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ സാധ്യത കുറവാണ്. തണുത്ത സമുദ്ര താപനിലയും അറേബ്യൻ ഉപദ്വീപിൽ നിന്നുള്ള വരണ്ട വായുവുമാണ് ഇതിന് കാരണം. അതേസമയം കിഴക്കൻ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും സ്ഥിതി വ്യത്യസ്തമാണ്. ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഉൾപ്പെടുന്ന വടക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രതിവർഷം 5 ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അനുഭവപ്പെടാറുണ്ട്. അറബിക്കടലിനേക്കാൾ 4 ഇരട്ടി ചുഴലിക്കാറ്റുകളാണ് ബംഗാൾ ഉൾക്കടലിൽ സംഭവിക്കുന്നത്. ഇത് കൂടുതലും ഉണ്ടാകാറ് മെയ് നവംബർ മാസങ്ങളിലാണ്. ആഗോളതാപനമായിരിക്കും ഈ അസാധാരണ സംഭവങ്ങൾക്ക് കാരണമെന്ന് ഭൗമശാസ്ത്ര മന്ത്രാലയത്തിലെ മുൻ സെക്രട്ടറി മാധവൻ രാജീവൻ പറയുന്നു. അഭൂതപൂർവമായ ഈ പ്രതിഭാസം അറബിക്കടലിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ ഗവേഷണത്തിന്റെ അടിയന്തര ആവശ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതേസമയം ആഗോളതാപനം നിലവിലെ കാലാവസ്ഥാ രീതികളെയും ചുഴലിക്കാറ്റ് രൂപീകരണ പ്രക്രിയകളെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ കാലാവസ്ഥാ വിദഗ്ധർ അനുഭവിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം ആഗോള കാലാവസ്ഥാ സംവിധാനങ്ങളിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ തുടരുകയാണ്. അറബിക്കടലിലെ ചുഴലിക്കാറ്റ് പോലെയുള്ള സംഭവങ്ങൾ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റിന്റെ സ്വഭാവത്തിലെ ദീർഘകാല മാറ്റങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. അസ്ന ചുഴലിക്കാറ്റിന്റെ വികാസം ശാസ്ത്രലോകം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ഭാവിയിലെ കാലാവസ്ഥാ പ്രവചനങ്ങൾക്കും മേഖലയിലെ കാലാവസ്ഥാ മാതൃകകൾക്കും ഈ ചുഴലിക്കാറ്റിന്റെ പ്രത്യാഘാതങ്ങൾ വിശകലനം ചെയ്യൽ അത്യാവശ്യമാണ്.